മദ്യക്കുപ്പി ഈ മനുഷ്യനോട് പറയുകയാണ്, 6 അടി പൊക്കമുള്ള നീ 1 അടി പൊക്കമുള്ള എൻ്റെ അടിമയാണ്. അപ്പോൾ നോക്കുക, മദ്യം മനുഷ്യനെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. സുബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക. ഇവിടെ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ മദ്യപാനം, പുകവലി, പാൻ മസാല ഇതിനെല്ലാം അടിമയായി തീരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും മനുഷ്യൻ പാപിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും മനുഷ്യൻ പാപിയാണ്. ലോകത്തിൽ നാനാതരത്തിലുള്ള ആളുകൾ താമസിക്കുന്നു. കറുത്തവരുണ്ട്, തവിട്ട് നിറക്കാറുണ്ട്, മഞ്ഞ നിറക്കാറുണ്ട്, നീളം കൂടിയവരുണ്ട്, അല്ലെങ്കിൽ പൊക്കം കൂടിയവരുണ്ട്, പൊക്കം കുറഞ്ഞവരുണ്ട്. പലതരത്തിലുള്ള 600 കോടിയിലധികം ജനങ്ങൾ ലോകത്ത് താമസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ ഒറ്റ ഒരു വാക്കേ ഉള്ളൂ, നല്ലവരായ നാട്ടുകാരെ എന്നല്ല, പാപികളെ എന്നാണ് ദൈവം സംബോധന ചെയ്യുന്നത്. പിന്നെ പ്രസംഗകരുടെ മര്യാദ കൊണ്ട് അവരങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. ദൈവം മനുഷ്യനെ വിളിക്കുന്നത് പാപികളെ എന്നാണ്. എന്തുകൊണ്ട്, എങ്ങനെ മനുഷ്യൻ പാപിയായി? രാവിലെ ഒരാൾ പത്രം വായിക്കും, രാവിലെ പത്രം വായിക്കുകയാണ്. പത്രം വായിക്കാൻ കയ്യിലെടുത്തയാൾ പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക വാർത്ത കണ്ട് അമ്പരക്കുകയാണ്. വാർത്ത ഇതാണ്, വാർത്തയുടെ തലക്കെട്ട് അല്ലെങ്കിൽ അറിയിപ്പിന്റെ തലക്കെട്ട്. കാണാനില്ല, അതിലൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പടമാണ്, അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണ് ആ ചിത്രത്തിലെ കഥാപാത്രം. അതിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ഈ ചിത്രത്തിൽ കാണുന്ന എൻ്റെ മകൻ സുശീലനെ കഴിഞ്ഞ 2 ആഴ്ചയായി കാണാനില്ല. കണ്ടു കിട്ടുന്നവർ എന്നെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കാൻ അപേക്ഷ. ഏറ്റവും ഒടുവിലായി ഒരു അഭ്യർത്ഥനയും കൂടി. മോനെ, നീ പോയതിൽ പിന്നെ മോൻ ആഹാരം കഴിച്ചിട്ടില്ല, കിടക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, നീ ചെയ്ത് തെറ്റെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, വേഗം വീട്ടിലേക്ക് മടങ്ങി വരിക. ഈ പരസ്യം കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് ഇതൊരു പുതിയ പരസ്യമാണെന്നാണ്. എന്നാൽ ഇതൊരു പുതിയ പരസ്യമല്ല, ലോകത്തിലേക്കും ഏറ്റവും പഴക്കമുള്ള അഡ്വർടൈസ്മെന്റ്, ഏറ്റവും പഴയ പരസ്യം. ആ പരസ്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ താമസിക്കുകയാണ്. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ ഒന്നിനും ഒരു കുറവില്ല, യൗവനയുക്തരായ അവർ ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ താമസിക്കുകയാണ്. ആദാമും ഹവ്വയും ഇങ്ങനെ ഏദൻ തോട്ടത്തിൽ താമസിക്കുന്നു. യാതൊരു കുറവുമില്ലാത്ത ഒരു ക്ഷേമരാഷ്ട്രമെന്ന് പറയത്തക്ക നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അവർ പാപം ചെയ്തത് നിമിത്തം പാപികളായി തീർന്നു. എല്ലാ ദിവസവും ദൈവവുമായി സമ്പർക്കം പുലർത്തിയിരുന്നു, എല്ലാ ദിവസവും ദൈവവുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു, എല്ലാ ദിവസവും ദൈവവുമായിട്ട് അവർക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, സമ്പർക്കമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ദൈവം അവരെ സന്ദർശിക്കാൻ പതിവിൻപടി വന്നപ്പോൾ അവരെ കാണാതായി. അപ്പോൾ ദൈവം വിളിച്ചു, മനുഷ്യ നീ എവിടെ? മനുഷ്യ നീ എവിടെ? ഇതാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പരസ്യം. മനുഷ്യനെ കാണാനില്ല. കർത്താവായ യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശം കാണാതെ പോയതിനെ ജനനെ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത്. കാണാതെ പോയ 3 കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, കാണാതെ പോയ മകൻ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. സ്നേഹസമ്പന്നനായ ഒരപ്പച്ചൻ, അദ്ദേഹത്തിന് 2 മക്കൾ.
2 മക്കൾ. ഒരുത്തൻ തൻ്റെ അവകാശം, അദ്ദേഹത്തിന് കിട്ടേണ്ട ഓഹരി അല്ലെങ്കിൽ വീതം വാങ്ങിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയി. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളിയായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ മോശമായി ജീവിച്ചു. അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഏതൊരു വ്യക്തിയും അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ കാശെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ പന്നിയെ നോക്കുന്ന ഒരു ശ്രേഷ്ഠമായ ജോലി കിട്ടി, അല്ലെങ്കിൽ പന്നിയെ നോക്കുന്ന ഒരു ജോലി കിട്ടി. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഏറ്റവും മോശമായ സാഹചര്യമായിരിക്കും. അങ്ങനെ പന്നി തിന്നുന്ന ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ വലിയ വിഷമഘട്ടത്തിലായി. നിങ്ങൾ നോക്കുക, ഇതിനൊരു സത്യമുണ്ട്. ഈ ചെറുപ്പക്കാരൻ അപ്പൻ്റെ സ്വത്ത്, തൻ്റെ ഓഹരി വിറ്റ് കിട്ടിയ പണവുമായി പോയപ്പോൾ ധാരാളം കൂട്ടുകാർ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു. ഇങ്ങനെ ഒരു കവിതയുണ്ട്: സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല, ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, വരാ ശരത്തിങ്കൽ അതൊന്നു പോലും. എന്ന് പറഞ്ഞാൽ സുഖത്തിൽ മാത്രം നിങ്ങൾക്ക് കൂട്ടുകാർ ഇഷ്ടം പോലെ കാണും, ദുഃഖം വരുമ്പോൾ ആരും കാണത്തില്ല. മാവിൽ പക്ഷികൾ വരുന്നത് മാങ്ങ ഉള്ള സമയത്താണ്, എന്നാൽ മാങ്ങ ഇല്ലാത്ത ശരൽക്കാലത്ത് പക്ഷികളൊന്നും വരികയില്ല. കാരണം അതിൽ ഫലമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരെ കിട്ടും. ഈ മനുഷ്യൻ്റെ, ഈ ചെറുപ്പക്കാരിലെ കാശെല്ലാം തീർന്നപ്പോൾ കൂട്ടുകാരെല്ലാം അവരെ വിട്ടുപോയി. അപ്പോൾ അവൻ ദേശത്തൊരു ക്ഷാമവും വന്നു, കൂനിന്മേൽ കുരുവെന്ന പോലെ. അപ്പോൾ അവൻ ദേശത്തെ ഒരു പൗരപ്രമുഖനെ പോയി കണ്ടപ്പോൾ അയാൾ ഒരു ജോലി കൊടുത്തു, പന്നിയേറ്റിരുന്ന ജോലി. ആ ജോലിയിൽ പോലും അവന് തൃപ്തിയടയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവന് സുബോധം വന്നു. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സുബോധം വന്ന 2 വ്യക്തികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, ഗദര എന്ന് പറയുന്ന സ്ഥലത്തെ ഭൂതബാധിതനായ വ്യക്തി. അയാൾക്ക് സുബോധം വന്നപ്പോൾ അയാൾ വസ്ത്രം ധരിച്ചു കർത്താവിന്റെ കാൽക്കലിരുന്നു. ഈ ചെറുപ്പക്കാരൻ സുബോധം വന്നപ്പോൾ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു മടക്കയാത്ര ആവശ്യമാണ്. എവിടേക്ക്? അപ്പന്റെ വീട്ടിലേക്ക്. ആരാണ് അപ്പൻ? നമ്മുടെ സ്നേഹനിധിയായ പിതാവ് കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ആ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ തന്നു. മഹാകവി ശങ്കരക്കുറുപ്പ് ഇങ്ങനെ പാടി: 2000ഓളം ആണ്ടുകൾക്കപ്പുറം ഉണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ. ഒരു ഹൈന്ദവനായ ക്രിസ്ത്യാനി അല്ലാത്ത കവി ഇങ്ങനെ എഴുതണമെങ്കിൽ 2000ഓളം ആണ്ടുകൾക്കപ്പുറം ഉണ്ടായൊരാ മഹാത്യാഗമെന്ന് പറയത്തക്ക നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അത് വേണ്ടി ആരെങ്കിലും ഒരിക്കലും മരിക്കുകയില്ല. അത് ദുർലഭമാണ്. ഉപകാരം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി ചിലപ്പോൾ മരിക്കാൻ തുനിയുമായിരിക്കാം. എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പാപികളായിരിക്കുമ്പോൾ, തെറ്റുകാരനായിരിക്കുമ്പോൾ ആ തെറ്റിന് പ്രായശ്ചിത്തമായി കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പരമയാഗമായി തീർന്നു. ഇനി പാപപരിഹാരത്തിനായി ഒരു യാഗവും അർപ്പിക്കാതിരിക്കത്തക്ക നിലയിൽ ആ യാഗം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. നമ്മളെല്ലാവരും പാപികളാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല എങ്കിലും നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം നരകശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നരകമുണ്ടാക്കിയത് നമുക്ക് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. എന്നാൽ പിശാചിന്റെ ഇംഗിതം അനുസരിച്ച് പോകുന്ന, ഇംഗിതത്തിന് വശംവദരായി പോകുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്നത് പിശാചിന്റെ ഓഹരിയായ തീയും ഗന്ധകവും കത്തുന്ന നരകമാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ക്രിയകൾ ചെയ്താൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഈ നരകശിക്ഷ ഒഴിഞ്ഞു പോവുകയില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും മോശമായാലും അതിനനുസരിച്ച് നിങ്ങൾ പ്രാപിക്കേണ്ടി വരും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അവസാനമായി നമ്മളെല്ലാവരും മരിക്കും. നോക്കുക, ഒരു ശവപ്പെട്ടിയിൽ നമ്മളെല്ലാവരും കിടക്കും. ഒരു ദിവസം നമ്മുടെ പേര് പത്രത്തിലെ ചരമക്കോളത്തിൽ അടിച്ചു വരും. നമ്മുടെ പുത്രകളത്രാദികൾ എന്ന് പറയുന്ന ഭാര്യയും മക്കളും അല്ലെങ്കിൽ ബന്ധുജനങ്ങളും എല്ലാം ശവപ്പെട്ടിക്ക് അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ട് മരണം ഒഴിഞ്ഞു പോവുകയില്ല. മരിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും ഒരു ന്യായവിധിയുണ്ട്. എല്ലാവരും നമ്മളെ പ്രശംസിച്ചവരെന്നൊക്കെ പറയും, എല്ലാവരും പല കാര്യങ്ങളൊക്കെ പറയും, നമ്മളെ കൊണ്ട് അടക്കം ചെയ്യും. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ധനവാനായ ഒരു മനുഷ്യൻ ദിനം പ്രതി പട്ടും
ധൂമണ വസ്ത്രവും ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ചു പോകുന്നു. ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രൻ യേശുക്രിസ്തു ആ ധനികന്റെ ഭവനത്തിന്റെ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്നു. അവന്റെ കൂട്ടെന്ന് പറയുന്നത് നായ്ക്കളായിരുന്നു. നായ്ക്കളും വന്നവന്റെ വ്രണം നഷ്ടമായിരുന്നു. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. നിങ്ങൾ ധനവാനാണെങ്കിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ഒരു ശവസംസ്കാരം കിട്ടും. വലിയ നേതാക്കന്മാരൊക്കെ വരും, നിങ്ങളെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ ദേശത്തിലെ തൂണായിരുന്നെന്നും ഉന്നതനായ വ്യക്തിയായിരുന്നെന്നും ഇനി ഇദ്ദേഹത്തിന്റെ വിധവിധകത്താൻ ആരുമില്ലെന്നൊക്കെ പറഞ്ഞെന്ന് വരും. എന്നാൽ ലാസർ മരിച്ചു, അടക്കപ്പെട്ടെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ പറയത്തക്ക ഒരു ശവസംസ്കാരം ലാസറിന് കിട്ടിയില്ല. എന്നാൽ രണ്ടുപേർക്കും രണ്ട് സ്ഥലമാണ് ദൈവം വെച്ചിരുന്നത്. ധനവാൻ പാതാളത്തിലേക്ക് പോയി യാതനാ സ്ഥലത്തെത്തി. അവിടെ കിടന്ന് നോക്കിയപ്പോൾ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലത്ത് അബ്രഹാമിനോട് കൂടെ ലാസർ എന്ന് പറയുന്ന ദരിദ്രനായ ഭിക്ഷക്കാരനായ വ്രണം നിറഞ്ഞു കഴിഞ്ഞ എച്ചിൽ നിന്ന് ജീവിച്ച മനുഷ്യൻ അബ്രഹാമിന്റെ അടുക്കലിരിക്കുന്നു. സ്വർഗത്തിൽ പോയത് മറിച്ച് ധനവാന്റെ മറുപടിയിൽ തന്നെയുണ്ട് മാനസാന്തരത്തിന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം അനുസരിച്ചില്ല. സുവിശേഷം അനുസരിക്കാത്തവർക്ക് എരിയുന്ന, കത്തുന്ന, ഒരിക്കലും കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകമാണ് നിയമിച്ചിരിക്കുന്നത്. ഇത് സത്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കുന്നതിന് മുൻപ്, നിങ്ങളുടെ ശരീരം ഒരു ശവപ്പെട്ടിയിൽ ഒടുങ്ങുന്നതിന് മുമ്പ് ഈ രക്ഷ കൈവശമാക്കുക. നിങ്ങൾ ഏത് മതക്കാരനാണെങ്കിലും ഏത് സമക്കാരനാണെങ്കിലും പ്രശ്നമില്ല, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം. കർത്താവായ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് മരിച്ചത്. സർവ്വലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ നിങ്ങൾ മലയിലേക്കോ താഴ്വരയിലേക്കോ പ്രയാണം ചെയ്യേണ്ടതില്ല, പണം ചെലവഴിക്കേണ്ടതില്ല, ഒന്നും കൊടുക്കേണ്ടതില്ല. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി നീ മരിച്ചു. എന്നെ കാണാതെ പോയ അവസ്ഥയിലായിരുന്നു ഞാൻ, ഇപ്പോഴും അങ്ങനെയാണ്. എന്നാൽ എന്നെ കണ്ടെത്തി ദൈവത്തിന്റെ സ്ഥലത്തേക്ക് ചേർക്കാനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പ്രത്യാശയോടെ മരണത്തെ ഭീതി കൂടാതെ ജീവിക്കാൻ കഴിയേണ്ടതിന് ഇപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നല്ലൊരു ജീവിതം നയിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും.